dignitaries on the dais. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ അതുപോലെ കുട്ടികളെ, രക്ഷിതാക്കളെ, അന്താരാഷ്ട്ര ചെസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന് ഈ സ്കൂളിലെ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾ നടത്തുന്ന അണ്ടർ 19 സെലക്ഷൻ, ജൂനിയർ സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ്, ജില്ലാ സെലക്ഷൻ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെടുത്തി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ കൺവീനറുമാണ്. എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹമാണ് ഇതിൻ്റെ നമ്മുടെ അച്യുതൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ടൂർണമെന്റ് നടത്താനായിട്ട് ഈ കോളേജ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുകയും നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ളത്. അതുപോലെ സഹായിക്കുന്ന ഒരുപാട് ഈ സ്കൂളിൽ ഈ കോളേജിൽ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മളിന്ന് ഒരു ഇന്റർനാഷണൽ ചെസ് ഡേയുടെ ഭാഗമായിട്ടാണ് ഈ ടൂർണമെന്റ് ഈ കോളേജിൽ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, ഈ അന്തരീക്ഷത്തിൽ വെച്ച് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നത്. ആൾക്കാർ പങ്കെടുത്തിരുന്നു വളരെ കാലം മുമ്പ്, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ആ സ്ഥിതിയൊക്കെ മാറി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഇതിനു മുന്നിൽ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഇതേപോലെ ഓക്സ്ഫോർഡ് സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി. ആ ചാമ്പ്യൻഷിപ്പിൻ്റെ നിരീക്ഷകനായിട്ടും എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു, സ്പോർട്സ് കൗൺസിലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. Mr. A.K. Nisar Sahab, Mr. Leo Pinto Sir, Mr. Sri Kumar KC, Mr. Rashad BS, all the volunteers, staff members, parents and dear students. It's a matter of, I am really surprised, so many youngsters are interested in chess. We never expected this response, but it's a matter of great pride for the country. And all these youngsters are coming forward. Since we are organizing this International Chess Day, I was reading this chess was basically originated in India in the 5th century. And today in this modern it has evolved. And today what we have is this chess. നന്ദി പറയുക എന്നുള്ള ഒരു കർത്തവ്യമാണ്. അതിലേക്ക് ഈ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിട്ടുള്ള മിസ്റ്റർ നൗഷാദ് സാറിനെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചു കൊടുക്കുന്നു. നമസ്കാരം. ശരിക്കും നമ്മൾ ഓൾറെഡി ലേറ്റാണ്. നമ്മുടെ ചാമ്പ്യൻഷിപ്പും കളികളുമായിട്ട് നമുക്ക് വളരെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അന്തർദേശീയ ഗെയിമാവുകയും അതിന് ഒരുപാട് വേദികൾ ഒരുങ്ങുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ പണ്ടത്തെ ലെവലിലുള്ള കുട്ടികളുടെ IQ ഒന്നുമല്ല, ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് IQ ലെവൽ തന്നെ വളരെ ഹൈ ആണ്. ടെൻത്ത് പൊസിഷനിലെ മിഹിർ എ കെ 10th പൊസിഷൻ. സമ്മാനം നൽകുന്നതിലേക്ക് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ക്ഷണിക്കുന്നു. 8th പൊസിഷൻ ആർ ദേവ്. 7th പൊസിഷൻ ധ്രുവ് എസ് നായർ. 6th പൊസിഷനിലെ ശ്രീഹരി എസ്. 5th പൊസിഷൻ ആരോൺ SP. ഇനി വരുന്ന 4 പേരാണ് ശരിക്കും സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികൾ.
4th പൊസിഷൻ ശ്രീഹരി എസ് നെച്ചേരി. third പൊസിഷൻ അർജുൻ എസ് ആണ്. 2nd പൊസിഷൻ അമാനത്ത് ഫർഹാൻ. 6 പോയിന്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് അനസ് കാഞ്ഞിരണ്ടാണ് ചാമ്പ്യനാണ്. അനസ് കാഞ്ഞിരണ്ടാണ്. 8th അബ്ദിക BS. 7th പൊസിഷൻ ദിദിക ജഗദീഷ്. 8th അബ്ദിക BS. 7th ദിദിക ജഗദീഷ്. 6th സ്നേഹ കൃഷ്ണ. 6th സ്നേഹ കൃഷ്ണ. 5th അരുന്ധതി ആർ നായർ. 5th അരുന്ധതി ആർ നായർ. ഗേൾസിൽ നിന്ന് ഈ പറയുന്ന 4 പേർക്ക് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലേക്ക് മത്സരിക്കാവുന്നതാണ്. മൽഹ AK. 3rd പൊസിഷൻ ദേവിക ദിനേശ്. 3rd പൊസിഷൻ ദേവിക ദിനേശ്. 2nd പൊസിഷൻ റിസ്വാന. 2nd പൊസിഷൻ റിസ്വാന. ഗേൾസ് ചാമ്പ്യനായത് 6 റൗണ്ടുകളാണ് അവർക്കുണ്ടായിരുന്നത്. 6 റൗണ്ടുകളിൽ നിന്ന് 6 പോയിന്റിൽ നേടി, മുഴുവൻ പോയിന്റിൽ നേടി ചാമ്പ്യനായത് ജാൻവി അശോക്. ഗേൾസ് ചാമ്പ്യനായത് ജാൻവി അശോക്. ഈ സമ്മാനം കിട്ടിയ ആൾക്കാരെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് തയ്യാറാവണം.